4 ദിവസം കരുവണ്ടിയിലിരിക്കണം. 3 ദിവസം. ഇപ്പോൾ വണ്ടി കേടുവന്നാൽ അവിടെ കിടക്കന്നെ. പിന്നെ അടുത്ത വണ്ടി വരണം. അങ്ങനെ ആയിട്ട് ഇവിടുന്ന് മദ്രാസിൽ ചെന്ന് രണ്ടാമത്തെ വണ്ടി കയറണം ഭീമവരം പോകണമെങ്കിൽ. അപ്പോൾ ഒരു ചായ കുടിക്കും. ഇവിടുന്ന് 5:30 മണിക്ക് ഒറ്റപ്പാലത്ത് നിന്ന് 5:30 മണിക്ക് കയറിയാൽ മദ്രാസിലെത്തുമ്പോൾ ഒരു ചായ കുടിക്കുള്ളൂ രാത്രി. പിന്നെ എവിടെയും കഴിക്കാം. എന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, കിട്ടും. വേണ്ട അതാണ് സംഭവം. അങ്ങനെ ഒരു ചായ കുടിക്കും. അങ്ങനെ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിലെത്തും. അവിടെ ചെന്ന് പെട്ടിക്ക് എത്തും, ഓരോ കഴുകി അങ്ങനെ ഹോട്ടലിലേക്ക് പോകും, കഴിക്കും. അവിടെ പിന്നെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. ഉച്ചയ്ക്ക് ശാപ്പാടില്ല. രാവിലെ ടിഫൻ കഴിക്കും ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ. പിന്നെ ഉച്ചയ്ക്ക് ശാപ്പാടൊന്നുമില്ല. പിന്നെ വൈകുന്നേരം വരെ അവിടെ ഇരിക്കും. വൈകുന്നേരം കഴിഞ്ഞാൽ വണ്ടി കയറി പോകും ഭീമവരത്തേക്ക്. പിറ്റേ ദിവസം ഭീമവരത്ത് ഇറങ്ങും. ഭീമവരത്ത് ഇറങ്ങി കഴിഞ്ഞാൽ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞാൽ പിന്നെ കടയൊക്കെ നമുക്കറിയില്ല. നമ്മൾ പുരുഷല്ലേ, നമുക്കതൊന്നും അറിയില്ല. കുട്ടിയല്ലേ. എനിക്ക് 12 വയസ്സ് പ്രായമാണ്. 12 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ട് അതിന് അപ്പോഴേക്കും ഇന്നാളുടെ കടയാണെന്ന് പറഞ്ഞാൽ രാമേട്ടൻ ഞങ്ങളുടെ സ്വന്തക്കാരൻ്റെ കട. അവിടെ ചെന്നു. ഓ ഗോപി നീ വന്നോ, വീട്ടുകാരൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കും മുതലാളി. സുഖം തന്നെയാണേ പറയും. അത് കഴിയും. സുഖം തന്നെയാണേ പറയും. ഇത് കഴിയും. അപ്പോൾ അവിടെ ചെന്ന് നീ എന്തെങ്കിലും കഴിക്കും. പല്ല് വെച്ചിട്ടുണ്ടല്ലോ അറിയാം. ചെന്ന് വണ്ടി ഇറങ്ങി വരില്ലേ. പല്ലൊക്കെ തേച്ച് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ചായ കുടിച്ചു. കുറച്ചാണ് ഡ്രസ്സൊക്കെ മാറ്റി 4 പുറമൊക്കെ നടന്നു നോക്കി ടിഫൻ കഴിച്ചു. ദോശ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അത് കഴിച്ചിട്ട് അങ്ങനെ പോയി കിടക്കും. വണ്ടിയിൽ ക്ഷീണമല്ലേ, 2-3 ദിവസം പോയിട്ട്. അങ്ങനെ പോയി കിടക്കും. കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ വെളിച്ചാകുമ്പോൾ നീക്കും. എത്ര മണിക്ക്? രാത്രി 2:30 നീക്കും. കുട്ടി നീക്കും. എന്നാൽ നീ പണിയിട്ട് തന്നു തൊട്ടേട്ടോ പറയും മുതലാളി. ശരി നീക്കും. 2:30 മണിക്ക് നീക്കും. നോക്കുമ്പോൾ 150 കപ്പുണ്ടാവും സ്റ്റീൽ കപ്പ് തേക്കാൻ. സ്റ്റീൽ കപ്പ് തേച്ച് കൊടുത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ വിശക്കാൻ തുടങ്ങും രാത്രി. അങ്ങനെ തേച്ച് വിശന്ന് അപ്പോഴും ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ടാവും. കട തുറന്നുണ്ടാവും. ഇഡ്ഡലിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇഡ്ഡലി കഴിച്ചിട്ട് അങ്ങനെ രാക്കൻ്റെ മോളെ പോയിരുന്ന് ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വരും. അങ്ങനെ വന്ന് ചിലപ്പോൾ ഉറക്കം വരും രാത്രി വെളിച്ചാകുമ്പോൾ. അങ്ങനെ ചിലപ്പോൾ കിടന്നുറങ്ങും. ഇഡ്ഡലി കഴിച്ചിട്ട് കൈയോട് കൂടി അങ്ങനെ കിടന്നുറങ്ങും. കുട്ടിയല്ലേ, 12 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ കിടന്നു. അപ്പം മുരളി വെളിയിൽ നിന്ന് വിളിക്കും. നീക്ക് കുറേ നേരമായി. അപ്പോഴേക്കും ഇവിടെ ആൾക്കാർ തിരക്ക് വന്നിട്ട് പോകും ഹോട്ടലിൽ. അങ്ങനെ കടകടാതെ നീച്ചിട്ട് ഇത് തുടച്ച് പിടിച്ച് ഇരുന്ന് അങ്ങനെ ജീവിതം കഴിച്ചു പോയിട്ടുണ്ട് നമ്മുടെ ജീവിതം. അതാണ് സംഭവം. ഇപ്പോൾ വയസ്സ് 82 ഇപ്പോഴും ഒരു കുഴപ്പം ഒന്നത്തവരല്ല. ദൈവം സഹായിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. വേറൊന്നുമില്ല. കട്ടിക്ക് മുതുനെല്ലിക്ക ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും.